രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ തന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലുള്ള പ്രസംഗം അദ്ദേഹം നടത്തി. ചാനലുകളും അതുപോലെ തന്നെ കാഴ്ചക്കാരും വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ആ പ്രസംഗം, കന്നി പ്രസംഗം, അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു മൈതാന പ്രസംഗം പോലെയാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അദ്ദേഹം തിരുനക്കര മൈതാനിയിൽ നടത്തിയ പ്രസംഗം ഞാൻ കണ്ടു. അതുപോലൊരു പ്രസംഗം മാത്രമാണ് നടത്തിയത്. ഈ പാർലമെന്റിൽ പറയുമ്പോൾ കോൺഗ്രസ് പല ചെയ്യാറുള്ളത് പോലെ തന്നെ അതിന്റെ കണക്കുകളുടെയും വ്യക്തമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ അതൊക്കെ മേശപ്പുറത്ത് തന്നെ വെച്ചുകൊണ്ട് അതെടുത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതാണ് എന്റെ രീതി, പഠിച്ച ഒരു പ്രസംഗം. ഇതിപ്പോ നന്ദിപ്രമേയ ചർച്ചയെ കുറിച്ചുള്ള പ്രസംഗമാണല്ലോ. അതിന് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം രണ്ട് തെറ്റുകളാണ് വരുത്തിയത്. ഒന്ന്, പാർലമെന്റില് പ്രസംഗിക്കുമ്പോൾ അതിന് ചില ചട്ടവട്ടങ്ങളുണ്ട്. അത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ ഭരണഘടന ഉണ്ടല്ലോ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത അവസരത്തിൽ ഉയർത്തിപ്പിടിക്കുകയല്ല, വീശി കാണിക്കുകയും ചെയ്തു. ആ ഭരണഘടനയിൽ തന്നെയുണ്ട് പാർലമെന്റിൽ പാലിക്കേണ്ട ചട്ടവട്ടങ്ങൾ. അതായത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ പാടില്ല, പാർലമെന്റിന്റെ ഡെക്കോറത്തിന് ചേരാത്ത പരാമർശങ്ങൾ പാടില്ല. ഇതൊക്കെ എല്ലാ പാർലമെന്റ് അംഗങ്ങളും പഠിപ്പിച്ചിരിക്കേണ്ടതാണ്. ഇവർക്കെല്ലാം അതിന് കൈപ്പുസ്തകം കൊടുക്കുന്നതുമാണ്. അതുകൂടാതെ ഇവർക്ക് പ്രത്യേക ക്ലാസ്സുകളും ട്രെയിനിങ്ങും ഒക്കെ കിട്ടുന്നതുമാണ്. അപ്പൊ പാർലമെന്റിൽ നേരത്തെ MP ആയിട്ടുണ്ടായിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇതൊന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ചിട്ടവട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടും മൈതാന പ്രസംഗങ്ങൾ നമ്മൾ നടത്തുന്ന ആരോപണങ്ങൾ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ അറിവിന്റെ ഒരു കുറവുണ്ട്. അദ്ദേഹം അഗ്നിവീർ പദ്ധതിയെ നാക്കാശിക്കാട്ട് എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയിൽ ബിജെപിക്ക് വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതല്ല രാജ്നാഥ് സിംഗ് സമർപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം അഗ്നിവീർ സേനാംഗങ്ങൾ മരിച്ചാൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്ന് ഒരാനുകൂല്യം കൊടുക്കുന്നില്ലെന്ന് ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ രാജ്നാഥ് സിംഗിന് ഇടപെടേണ്ടി വന്നു. 1 കോടി രൂപയാണ് മരിക്കാനിടയായവർക്ക് കൊടുക്കുന്നതെന്ന് അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വന്നു. ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ പ്രസംഗം നടത്താൻ? അദ്ദേഹത്തിന് തിരുത്തലിന് വിധേയ എന്തൊരു നാണക്കേടാണത്. കാര്യങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത്, വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ അമിത്ഷാ ഇടപെട്ട് പറഞ്ഞു, ഇവിടെ കള്ളം പറയാനുള്ള വേദിയല്ല പാർലമെന്റ്. ശരിയാണ്, പാർലമെന്റിലെ ഈ ഉത്തരവാദിത്വത്തോടുകൂടി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയല്ല. നമുക്ക് മൈതാന പ്രസംഗങ്ങളിൽ അതാവാം. പക്ഷെ ഇത് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആ കള്ളങ്ങൾ കൊണ്ടുള്ള വിവരദോഷങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ. അതിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി, നമുക്ക് തന്നെ സ്പഷ്ടമായിട്ട് അറിയാവുന്നത് ഈ നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടല്ലോ രാഷ്ട്രപതി നടത്തിയത്. അല്ല, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പരാമർശിച്ച ഒരു കാര്യമാണ് നീറ്റ് പരീക്ഷയെക്കുറിച്ച്. നീറ്റിൻ അതുപോലെയുള്ള പരീക്ഷകളുടെ സത്യസന്ധത ഉറപ്പാക്കാൻ വേണ്ടി, അതിന്റെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടി, അതിന്റെ ഒരു വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി ഗവൺമെന്റ് അങ്ങേയറ്റം പരിശ്രമിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശുപാർശകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ, വിദഗ്ധ സമിതിയെ നിയമിച്ച ശേഷമാണ് ആ പ്രസംഗം ഉണ്ടായത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തും. ആദ്യ പാരഗ്രാഫിൽ തന്നെയുണ്ട്. അദ്ദേഹവും പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ. അന്ന് എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥയെപ്പറ്റി പറഞ്ഞതുകൊണ്ട് അത് ഇറങ്ങിപ്പോയത് കൊണ്ടായിരിക്കണം അദ്ദേഹം കേട്ടില്ലെങ്കിലും. ആരോടെങ്കിലും ചോദിച്ചറിയാം, പാർലമെന്റിൽ അതിന്റെ രേഖകളുണ്ട്, ലഭ്യമാണ്. MP മാർക്ക് അവർക്ക് അവകാശമുണ്ടത് കിട്ടാൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നീറ്റ് വിഷയമായില്ല എന്ന്. ഈ രാജ്യത്ത് ഈ TV ഒക്കെ ശ്രദ്ധിക്കുന്ന ഏത് പാർലമെന്റിൽ പോകാനുള്ള ആ ഒരു അവസരം ലഭിച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും പോലും മനസ്സിലാവുന്ന കാര്യമാണത്. അവിടെ നീറ്റിനെ കുറിച്ച് പരാമർശമുണ്ടായി. നീറ്റ് കാര്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കുഴപ്പങ്ങൾ തിരുത്താനുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് ഇപ്പോഴും അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഗുജറാത്തിൽ തന്നെയാണ് ഒരു സ്കൂൾ മുതലാളിയെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ പേരില്. അപ്പൊ രാഷ്ട്രീയമോ സംസ്ഥാനമോ ഒന്നും നോക്കാതെ അറസ്റ്റുകളുടെ ഒരു പരമ്പര CBI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നീറ്റ് പരീക്ഷ നിങ്ങൾക്ക് പ്രധാനമല്ലായിരിക്കും, വിദ്യാർത്ഥികൾക്ക് പ്രധാനമാണെന്ന്. വിദ്യാർത്ഥികൾ സമരം നടത്തി. ഗവൺമെന്റിന്റെ ഈ ഇതിന്മേലുള്ള നടപടികളുടെ ഒരു വിശ്വാസ്യത ബോധ്യപ്പെട്ടതുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം നടത്തി. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അതിനെക്കുറിച്ച് തിളക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിനെ കുറിച്ച് കാര്യങ്ങളാണ്. മണിപ്പൂരിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല.
മണിപ്പൂരിന്റെ കാര്യത്തിൽ അവിടെ നടന്നത് ആഭ്യന്തര യുദ്ധം ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാര്, ബിഷപ്പുമാര് എല്ലാവരും, കേരളത്തിലെ കാത്തലിക്ക സഭ തന്നെ സമ്മതിച്ചതാണ് അവിടെ നടന്നത് ഒരു ഗോത്ര യുദ്ധമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അപരിഷ്കൃതർക്കിടയിൽ ഇപ്പോഴും നടക്കാറുള്ള ആ ഗോത്ര കലാപങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു മോഡൽ മാത്രമാണ് അവിടെ കണ്ടത്. ഇതിന്റെ കൂടെ കുറച്ച് മയക്കുമരുന്നിന്റെ ഒരു അഡിക്ഷനും കൂടെ ഉണ്ട്. ബർമ്മയുമായിട്ടുള്ള അതിർത്തിയിൽ മയക്കുമരുന്നിന്റെ വ്യാപാരം വമ്പിച്ച തോതിൽ നടത്തുന്നവരാണ് കാടിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന കുക്കികൾ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അതുപോലെ മെയ്തി വിഭാഗത്തിന്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. അവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഗവൺമെന്റ് തീരെ അവഗണിച്ചു. ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗോത്രപ്പകയ്ക്കിടയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്ന കാലത്ത് ഇതുപോലെ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കിടയിൽ പതിവാണ്. അവർ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് മറുപടികൾ പറയുന്നത്, ഗവൺമെന്റിനെ പോലും വകവെക്കാതെ. അടുത്ത കാലത്ത് വരെ നമ്മൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഗോത്രവർഗക്കാരായ തീവ്രവാദികൾ നമ്മളുടെ മുറിയിൽ വന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ അത് ടാക്സ് നിങ്ങൾ കൊടുക്കണ്ട, പകരം ഞങ്ങൾക്ക് ഒരു തുക തരണം, ശമ്പളത്തിന്റെ പകുതി, അതിൽ കുറഞ്ഞൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തോക്കുമായിട്ട് വന്ന് പിരിവ് നടത്തുമായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ഒരു രീതിയുടെ ഭാഗമായിട്ട് ഗോത്രവർഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇതവര് ഗോത്രവർഗങ്ങളായിരുന്നു. പിന്നീടാണ് അവര് കാത്തലിക്സും ഒക്കെ ആയിട്ട് മാറിയത്. ഗോത്രവർഗക്കാർ മതപരിവർത്തനം നടത്തപ്പെട്ട് മാറിയതാണ്. അത് മതപരിവർത്തനം നടത്തിയത് അവിടുത്തെ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം, ബാപ്റ്റിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ നടത്തിയ മതപരിവർത്തനമാണ്. അല്ല കാത്തലിക്കരോ ഓർത്തഡോക്സുകാരോ യാക്കോബൈക്കാരോ ഒന്നും അവിടെ മതപരിവർത്തനം നടത്തിയിട്ടുമില്ല. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിന്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വർത്തമാന കാലാവസ്ഥയുടെ ഇതൊന്നും പഠിക്കാതെ കൊണ്ട് അവിടെ നടന്നത് ആഭ്യന്തര യുദ്ധം. ആഭ്യന്തര യുദ്ധം എന്താണെന്നോ ഗോത്രം എന്താണെന്നോ തനിക്ക് വിവരമില്ലെന്നുള്ള ഒരു പാഠമാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായി കൊടുത്തത്. ഇങ്ങനൊന്നുമല്ല ഒരു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാ പ്രതിപക്ഷത്തിന്റെ നേതാവായി കഴിഞ്ഞു, എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തനിവട്ട്. ഇങ്ങനെയാണ് ഒരു വ്യക്തിത്വത്തിൽ നിന്നാണ് അയാൾ രാഷ്ട്രീയത്തിൽ പോയിക്കോട്ടെ എവിടെ പോയാലും. നെഹ്റു ഒരൊറ്റ വ്യക്തിയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം പഠിച്ചതും കോൺഗ്രസിൽ വന്നതും സ്വാതന്ത്ര്യ സമരം നടത്തിയും ഡ്യൂപ്ലിസിറ്റിയോടെയുള്ള ഡൈക്കോട്ടമിയോടെയല്ല, രണ്ട് വ്യക്തികളായിട്ടല്ല, ഒറ്റ വ്യക്തി. നമ്മൾ നെഹ്റുവിനെ കാണുന്ന രണ്ടായിട്ട് കാണുന്നു. പ്രതിപക്ഷ നേതാവായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മാറുമെന്ന്. അതൊരു അവസരവാദം എന്നല്ലേ ഇതിനെ പറയാൻ പറ്റൂ. തന്റെ വ്യക്തിത്വം, ആ വ്യക്തിത്വം കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയത്. കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടും അതൊരിക്കലും ഇല്ലാതാവുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. അദ്ദേഹം ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത് അതിന് പറ്റിയ പക്വത വന്നിട്ടുള്ള ഒരാളല്ല. കുറച്ച് പക്വതയൊക്കെ വേണം. അത് തീരെ ഇല്ലാതെ കോളേജുകളിലൊക്കെ നടത്തുന്ന പ്രസംഗം പോലെ, കോളേജ് കോളേജ് വിദ്യാർത്ഥി രാഷ്ട്രീയക്കാർ നടത്തുന്ന പോലെ ഉള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും അതുകൊണ്ട് മന്ത്രിമാർക്ക് ഇടപെട്ട് തിരുത്തേണ്ടി വന്നു. ഭരണകക്ഷി അംഗങ്ങളുടെ ബഹളത്തിനിടയാക്കി. മോദി പറഞ്ഞ ഒരേ ഒരു കാര്യം ഇടയ്ക്കിടപെട്ടുകൊണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ ഭരണഘടനാ പ്രകാരം മാനിക്കേണ്ടതാണ്. പക്ഷെ ഭരണഘടനയെ മാനിച്ചില്ല. ഭരണഘടനയെ ഗവൺമെന്റ് മാനിച്ചില്ലെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ഭരണഘടനയെ മാനിച്ചില്ല. ഇങ്ങനല്ല പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏതൊരു എം പിയും നടത്തേണ്ട പ്രസംഗം എന്ന് പലതവണ സ്പീക്കർക്ക് ഓർമ്മിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ശോഭ കെടുത്തുന്ന പ്രസംഗമാണ്. എന്ത് വായി തോന്നുക വിളിച്ചു പറയാൻ ഇപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടില്ല. പ്രതിപക്ഷ നേതാവിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ചു ഉൾക്കൊണ്ട് വിമർശിക്കുക, മറുപടി ഇല്ലാത്ത വിധം വിമർശിക്കുക. അദ്ദേഹം പറഞ്ഞു തൊഴിലില്ലാണ്, വലിയൊരു പ്രശ്നം തന്നെയാണ്. തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞു? എത്ര കോടി പേര് കോൺഗ്രസ് കാലത്ത് തൊഴിൽ കൊടുത്തു, ഈ മോദി ഗവൺമെന്റിന്റെ കാലത്ത് എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു? ഈ കാര്യങ്ങളല്ലേ പറയേണ്ടത്. ഇതിന്റെ യാതൊരു കണക്കുമില്ല, കോടിക്കണക്കിന്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെയോ ഡിമോണിറ്റൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് നഷ്ടമായി, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത് അദ്ദേഹം. എത്ര കോടിയാണ് നഷ്ടപ്പെടുത്തിയെന്നുള്ള കണക്കില്ലെങ്കിൽ പിന്നെ അത് ഒരു ആരോപണം മാത്രമായിട്ടല്ലേ അവശേഷിക്കൂ. ഇതൊക്കെ പാർലമെന്റ് രേഖകളിൽ പോകുന്നതാണെന്നേ. ഈ രേഖകളിൽ ഇത് ഉണ്ടാവുമ്പോൾ അതിനൊരു വില ഉണ്ടാവണമെങ്കിൽ അതിന്റെ കണക്കുകൾ വേണ്ടേ? പഠിക്കാൻ ഒരുപാട് അവസരവും സമയവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നല്ലോ. ഇതൊക്കെ അത്യാവശ്യം ചെയ്യാതെ, തന്റെ ഹോംവർക്ക് ചെയ്യാതെ, ഗ്രഹപാഠം ചെയ്യാതെ നടത്തിയ ഒരു മൈതാന പ്രസംഗമായിരുന്നു അത്. വികാരഭരിതമായി നടത്തിയ പ്രസംഗം. ഇതിലൊക്കെ ഒടുവിൽ ഒരു കാര്യം കൂടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞ എന്താ? സ്നേഹത്തിന്റെ കട തുറക്കും, സ്നേഹം വേണം, സ്നേഹത്തിന്റെ കട ഞാൻ തുറക്കും. ഈ പ്രസംഗത്തിൽ ഉടനീളം പ്രതിഫലിച്ചത് മോഡിയോടുള്ള അദ്ദേഹത്തിന്റെ
മണിപ്പൂരിലെ കാര്യം പറഞ്ഞപ്പോൾ ഗോത്രപ്പകയാണ്, അല്ല ഗോത്രപ്പക പോലുള്ള ഒരു പകയുടെ പ്രകടനം മാത്രമാണ്. അല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പക്വതയാർന്ന പഠിച്ച് ഉള്ള പ്രസംഗത്തിന്റെ ഒരു പ്രകടനമായിരുന്നില്ല അത്. അത് വളരെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. തൊട്ടടുത്തിരുന്നത് കൊടിക്കുന്നിൽ സുരേഷ്. ആ കൊടിക്കുന്നിൽ സുരേഷിനെ ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം അവതരിപ്പിച്ചേനെ എന്നാണ് എനിക്ക് ഈ കന്നിപ്രസംഗം കണ്ടപ്പോൾ തോന്നിപ്പോയത്. ഒരു കന്നിപ്രസംഗമല്ല, ഒരു കഞ്ഞിപ്രസംഗമായി പോയോ എന്നാണ് ഞാൻ ഈ രാഷ്ട്രീയ നിരപേക്ഷമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഇതല്ല, ശശി തരൂരൊക്കെ എത്ര നന്നായിട്ട് പഠിച്ച് പറയുമായിരുന്നു, പറയണം, മോദിക്ക് കൊള്ളുന്ന തരത്തിൽ പറയണമായിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു. കുറച്ച് കല്ല് നമ്മൾ കാശ്മീരിൽ കണ്ടിട്ടുള്ളതാണ്. 4000 രൂപ വെച്ച് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കല്ലെടുത്ത് അവിടുത്തെ പട്ടാളത്തിനും പോലീസിനും നേരെ എറിഞ്ഞതോ. അപ്പൊ അതെല്ലാം മാറിയല്ലോ. 54%, അതായത് ഉത്തർപ്രദേശിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കാശ്മീരിൽ ചെയ്തല്ലോ. അതുപോലെ ഏതോ ജോർജ് സൊറോസും അങ്ങനെയുള്ള വിദേശ ഏജൻസികളിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് മോദിക്ക് നേരെ എറിയുന്ന ആരോപണങ്ങളുടെ ഒരു കല്ലേറ് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. കണക്ക് വേണം. കണക്കില്ലാതെ അത് ശരിയായിട്ട് പഠിച്ചുള്ള കണക്കുകൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് ഒരു നല്ല പ്രസംഗമാണെന്ന് പറയുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു പ്രസംഗം അല്ലാത്തത് കൊണ്ട് വളരെയധികം കോൺഗ്രസ്സുകാരെ പോലും നിരാശപ്പെടുത്തേണ്ടതാണ്. പിന്നെ അവരെ ആവേശമൊക്കെ കാണിക്കുന്നുണ്ട്, എന്തോ അത്ഭുതം സംഭവിച്ചു എന്നുള്ള മട്ടിൽ. അതും വെറും പ്രകടനം മാത്രമാണ് എന്നെനിക്ക് തോന്നുന്നു.